ഇപ്പൊ ഞാന് 2 മാസം കഴിഞ്ഞപ്പോ ഞാനൊരു ചിത്രം വരച്ചു. ചിത്രം വരച്ചപ്പോ അത് വീട്ടിലൊരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിട്ട്, മോളുടെ ബർത്ത്ഡേ ഉണ്ടായിട്ട് നമ്മളെ ഫ്ലാറ്റിൽ 4 ഫാമിലി താമസിച്ചിട്ടുണ്ട്. അപ്പൊ 4 ഫാമിലിയും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അവരോട് പിന്നെ ഈ ഒരു ചിത്രം കാണിച്ചിട്ട് അവരോട് പറയാ, 2 മാസമായിട്ടേ ഉള്ളൂ വരയ്ക്കാൻ തുടങ്ങിയിട്ട്, അപ്പോഴത്തേക്ക് ഇത് വരച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഒരു സന്തോഷായി. എനിക്ക് വലിയ സന്തോഷായി അത്. സാറ് ഈ ഒരു കാലയളവില് സംഗതി ഇങ്ങനെ എന്താ പറയാ, ചിലപ്പോ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ടൈം പാസ് പോലെ, അതായത് നമ്മള് എല്ലാം എപ്പോഴും കുട്ടീനെ നോക്കല്, ഭക്ഷണം ഉണ്ടാക്കല്, ഇങ്ങനത്തെ ഓരോരോ ഇതൊക്കെ തന്നെ. ഇടയ്ക്കൊന്ന് പുറത്തു പോകും. പിന്നെ ഈ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് അങ്ങനെ കാണാനും പിടിക്കാനൊന്നും ഇല്ല. അപ്പൊ ഭയങ്കര ബോറടിയാണ് സത്യം പറഞ്ഞാല്. അങ്ങനെ ഇരിക്കുമ്പോ റിലാക്സ് ആവാന്നുള്ള ഒരു ഇത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ചെയ്തു വന്ന് നോക്കുമ്പോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇപ്പൊ അത് തലക്ക് പിടിച്ചതുപോലെയായി. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാറ് ആ ലിങ്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാല് സംഭവം അതിലെല്ലാതും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മളോടൊപ്പം നിന്നിട്ട് ആ ഒരു നമ്മളെ ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് മെയിനായ ഒരു കാര്യം തോന്നിയിട്ടുള്ളത്. കാരണം എത്ര പ്രായമുള്ളവരായാലും അലസത എന്ന് പറയുന്നത് എല്ലാവരുടെയും നമ്മളെ ബ്ലഡിലുള്ള സംഭവമാണ്. ആ ഒരു അലസതേനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാറ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വേണ്ടിയില്ല. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റി ആയ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സന്ധ്യ മാം ഉണ്ട്. ആക്ച്വലി നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നതിന് ശേഷം ഒരുപാട് ടാസ്കുകൾ കംപ്ലീറ്റ് ആയി കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് സന്ധ്യ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ റിവാർഡ് കരസ്ഥമാക്കാനായിട്ട് എടുത്ത ആക്ഷൻസ് ഒക്കെ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നല്ല സ്റ്റുഡൻ്റായി വന്നതിന് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് വെൽക്കം. എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു സർ. ഞാന് ഇപ്പൊ ഉള്ളത് ഖത്തറിലാണ് ഉള്ളത്. ഹസ്ബൻഡ് ഉണ്ട് കൂടെ, പിന്നെ മക്കളും ഉണ്ട്. എനിക്കൊരു മോളേ ഉള്ളൂ, മോളുടെ ഹസ്ബൻഡും പിന്നെ മോൾക്കൊരു കുട്ടിയും ഉണ്ട്. അപ്പൊ ഇവിടെ മെയിനായിട്ട് പിന്നെ വാവനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ബാക്കി 3 പേരും ജോലിക്ക് പോകുന്നവരാണ്. ഞാനും ഭാവിയും മാത്രമാണ് വീട്ടിലുണ്ടാവുക. ഇതാണ് വീട്ടിലത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചിത്രകലയിലേക്ക് എപ്പോഴാണ് വന്നേ? ആദ്യമായിട്ട് പടം വരയ്ക്കുന്നതൊക്കെ എപ്പോഴായിരുന്നു? ചിത്രകലയിലേക്ക് പിന്നെ ഇതുപോലെ വീട്ടില് ഭാര്യയും ഞാനും കൂടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിച്ച് ഇങ്ങനെ സമയം കളയും. അപ്പൊ അതിന്റെ ഇടയിൽ ഇതേമാതിരി ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് സാറിന്റെ ഒരു ഇത് കണ്ടത്, വീഡിയോ കാണാനിടയായത്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ എന്തോന്നറിയില്ല, വല്ലാത്തൊരു ഇഷ്ടം തോന്നി. മെയിനായിട്ട് ഏത് പ്രായക്കാർക്കും പഠിക്കാനുള്ള ഒരു ഇത് കണ്ടപ്പോ, പിന്നെ നമുക്ക് എല്ലാം നോക്കണല്ലോ, സാമ്പത്തികമായിട്ടും എല്ലാം നോക്കുമ്പോൾ സാറിന്റെ ആ ഒരു പിന്നെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് അത്രയും ഒരു ഇതിൽ കിട്ടുകയാണെന്ന് വെച്ചാല് അത് വലിയൊരു ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഒന്ന് നോക്കി നോക്കാം സാറ്. പിന്നെ ഞാന് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സാറിന്റെ വേറെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി. അപ്പൊ എനിക്ക് തോന്നി കൊള്ളാലോ, അത് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സാറിനെ റിക്വസ്റ്റ് ചെയ്ത് അയച്ചത്. മുൻപ് ആർട്ട് പഠിച്ചിട്ടുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ്? ഇല്ല സാർ, പഠിച്ചിട്ടില്ല, ഒട്ടും പഠിച്ചിട്ടില്ല. ഞാനൊരു പത്താം ക്ലാസ് വരെയൊക്കെ ചുമ്മാ അങ്ങനെ വരയ്ക്കായിരുന്നു. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിന്റെയും നോട്ട് ബുക്കിന്റെയും ഒക്കെ സൈഡിലൊക്കെ വരച്ചിടും. എന്നും എനിക്ക് വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് അടി കിട്ടും. കാരണം നോട്ടിലൊക്കെ വരച്ചിട്ടിട്ട് പണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാര്, അന്നത്തെ കാലം അങ്ങനെയല്ലേ, അപ്പൊ അച്ഛനമ്മമാര് പേജ് നമ്പറൊക്കെ ഇട്ട് തരും, നമ്മൾ ചീന്തി കളയുന്നതിനും ഏട് ചീന്തി കളയുന്നതിനൊക്കെ. അപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഓരോ പേജിൽ ചിത്രം വരച്ചു കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. പിന്നെ ഒരു കഴിഞ്ഞപ്പോ പിന്നെ അതിനോട് ഞാൻ, എന്റെ വീട് കണ്ണൂരാണ്. അവിടെ ധർമ്മടത്ത് ഒരു തലശ്ശേരി തന്നെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഒന്ന് ചേർത്ത് പഠിപ്പിക്കണം
ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിലാണ് അച്ഛൻ സുഖമില്ലാണ്ടായതൊക്കെ. അപ്പൊ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ പഠിക്കാൻ പോകാനൊന്നും അത്ര ഒരു മാനസികമായിട്ടും ഒന്നും ഇതായിട്ടില്ല. പിന്നെ ആ ഒരു ആഗ്രഹം ഞാൻ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ ഞാനൊരു പേനയോ പെൻസിലോ എടുത്തിട്ട് ചിത്രം വരയ്ക്കുകയേ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം ഉണ്ടായ ഒരു സംഭവം എന്താന്ന് വെച്ചാല് പെങ്ങള് TTC ചെയ്തിരുന്നു. അപ്പൊ TTCക്ക് കുറെ വരയ്ക്കാനുണ്ടായിരുന്നു. അതേമാതിരി പിന്നെ മുളയുടെ ഇത് വെച്ചിട്ടൊക്കെ എഴുതാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് ഇതാക്കി സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒരു ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇതുമില്ല, എനിക്ക് പരിചയവും ഇല്ല. പിന്നെ സാറിന്റെ ഇതിന് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ പെൻസിൽ ഡ്രോയിങ്ങും ഇതൊക്കെ നോക്കാൻ തുടങ്ങിയത്. തീരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പിന്നെ ചിത്രം ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലും ആയി എന്നുള്ളൊരു ഒന്നും ആഘോഷം എനിക്ക് മനസ്സിൽ. അത് ഓരോ ചിത്രം വരച്ച് കഴിയുമ്പോഴും ക്ഷമ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടൊക്കെ ഇതാക്കും. സാർ ഇന്നലത്തെ ക്ലാസ്സിലും മീറ്റിങ്ങിലും അത് പറയുണ്ടായിട്ടുണ്ട്. അത് എനിക്ക് അത് ശരിക്കും അനുഭവമാണ്. കാരണം ചിത്രം വരച്ച് ഏകദേശം ഫേസ് ഒക്കെ പോർട്രേറ്റ് വരയ്ക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഫേസ് ഒക്കെ ഏകദേശം ആയി കഴിഞ്ഞാൽ പിന്നെ കോളം പിന്നെ ബാക്കി ഭാഗങ്ങളും വരുമ്പോ എനിക്കൊരു മടിയാണ്. അപ്പൊ ഞാൻ അതെങ്ങനെയെങ്കിലും ഒക്കെ വരച്ച് ഡിസൈൻ ഒന്നും ചിലപ്പോ ഷർട്ട് അതിന്റെ പോലെ വരയ്ക്കില്ല. എനിക്ക് തോന്നിയ പോലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഇതൊക്കെയാണ് എനിക്ക്. പിന്നെ അപ്പൊ ഞാന് ഇത് വരച്ച് പിന്നെ ചിത്രം വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ചെറുതൊന്നുമല്ല. ഭയങ്കര നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് സാറിന്റെ അടുത്ത്. സാറ് ഈ ഒരു കാലയളവില് പിന്നെ സംഗതി ഇങ്ങനെ എന്താ പറയാ, ചിലപ്പോ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ടൈം പാസ് പോലെ. അതായത് നമ്മള് എല്ലാം എപ്പോഴും കുട്ടീനെ നോക്കല്, ഭക്ഷണം ഉണ്ടാക്കല്, ഇങ്ങനത്തെ ഓരോരോ ഇതൊക്കെ തന്നെ. ഇടയ്ക്കൊന്ന് പുറത്തു പോകും. പിന്നെ ഈ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് അങ്ങനെ കാണാനും പിടിക്കാനൊന്നും ഇല്ല. അപ്പൊ ഭയങ്കര ബോറടിയാണ് സത്യം പറഞ്ഞാല്. പുറത്തും ഇല്ല ഒരുപാടൊന്നും കാണാന്. ദുബായ് പോലെയുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ അതിന്നൊക്കെ ഒരു ഒന്ന് റിലാക്സ് ആവാന്നുള്ള ഒരു ഇത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ചെയ്തു വന്ന് നോക്കുമ്പോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇപ്പൊ അത് തലക്ക് പിടിച്ചതുപോലെയായി. അതേ ഇതിന് ക്ലാസ്സിൽ വന്നതിനുള്ള ഒരു ഇത് എനിക്ക് കാണാനുണ്ട്, മാറ്റം കാണാനുണ്ട് രചനയില്. അത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ ഞാന് 2 മാസം കഴിഞ്ഞപ്പോ ഞാനൊരു ചിത്രം വരച്ചു. ചിത്രം വരച്ചപ്പോ അത് വീട്ടിലൊരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിട്ട്, മോളുടെ ബർത്ത്ഡേ ഉണ്ടായിട്ട് നമ്മളെ ഫ്ലാറ്റിൽ 4 ഫാമിലി താമസിച്ചിട്ടുണ്ട്. അപ്പൊ 4 ഫാമിലിയും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അവരോട് പിന്നെ ഈ ഒരു ചിത്രം കാണിച്ചിട്ട് അവരോട് പറയാ, 2 മാസമായിട്ടേ ഉള്ളൂ വരയ്ക്കാൻ തുടങ്ങിയിട്ട്, അപ്പോഴത്തേക്ക് ഇത് വരച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഒരു സന്തോഷായി. എനിക്ക് വലിയ സന്തോഷായി അത്. അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടാവുമ്പോ നല്ലൊരു അനുഭവമാണ് മൊത്തത്തില്. ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ചെറിയൊരു കാലയളവിൻ്റെ അകത്ത് ചിത്രകലനെ കൂടുതൽ ഇഷ്ടപ്പെടാനും കുറേ ചിത്രങ്ങൾ വരയ്ക്കാനും കുറെ കൂടി സന്തോഷമായിട്ടിരിക്കാനും നമ്മുടെ ക്ലാസ്സിലെ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയി എന്നൊന്ന് പറയാമോ? ഈ ചോദ്യം ചോദിക്കേണ്ട മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാലോ നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ മുന്നോട്ട് പോകും തോറും വീണ്ടും റിവ്യൂ ചെയ്ത് വെരിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തഡാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആൻസർ എനിക്ക് വീണ്ടും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്, അതൊന്ന് പറയാമോ? സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് ആ ലിങ്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാല് സംഭവം അതിലെല്ലാതും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മളോടൊപ്പം നിന്നിട്ട് ആ ഒരു നമ്മളെ ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതാണ് മെയിനായ ഒരു കാര്യം തോന്നിയിട്ടുള്ളത്. കാരണം എത്ര പ്രായമുള്ളവരായാലും പിന്നെ അലസത എന്ന് പറയുന്നത് എല്ലാവരുടെയും നമ്മളെ ബ്ലഡിലുള്ള സംഭവമാണ്. ആ ഒരു അലസതേനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാറ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ എത്രയോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചും, പിന്നെ അത് മാത്രമല്ല നമ്മളെ
വരച്ച ചിത്രങ്ങള് സൂം മീറ്റിങ്ങിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ എല്ലാം സാറ് കേൾക്കുന്നുണ്ട്. എല്ലാതും നമ്മളോട് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിച്ചോളാൻ പറയുന്നുണ്ട്. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിന്റെ ആ ഒരു നമുക്ക് ലിങ്ക് അയച്ചു തന്നിരുന്ന സാറിന്റെ വാട്സപ്പില് എന്ത് സംശയം ഉണ്ടെങ്കിലും പിന്നെ പറയാനും പറ്റിയിരുന്നു. പിന്നെ ഏറ്റവും വേറൊരു കാര്യം എന്താ വെച്ചാല് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ, ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഇത് സന്തോഷം ഉണ്ടായി പറഞ്ഞില്ല. അതേപോലെ നമുക്ക് നമ്മളെ കൂടെയുള്ള നമ്മളെ കൂടെ പഠിക്കുന്ന അവര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അതിന് നല്ല കമന്റ്സ് തരുമ്പോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കൊതി അവിടെ ശരിയാക്കായിരുന്നു, അതൊന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു പിന്നെ സാറിന്റെ ഒപ്പം നിന്നിട്ട് ഒരു കൂട്ടുകാര് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് സാറിന്റെ ക്ലാസ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഒരുപാട് സന്തോഷം. ഇത് കുറേ കാലഘട്ടം കൊണ്ട് സെറ്റായി വന്നതാണ്. ശരിക്കും നമ്മുടെ ആദ്യത്തെ ക്ലാസ്സൊക്കെ നമുക്ക് റെക്കോർഡർ വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാട്സപ്പ് സപ്പോർട്ട് നമ്മൾ കൊടുത്തു. പിന്നെ പതിയെ വീക്കിലി മീറ്റിംഗ്, ലൈവ് വീക്കിലി മീറ്റിംഗ് ആക്കി. പിന്നെ കമ്മ്യൂണിറ്റി ലെവലിലോട്ട് മാറ്റി, ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങി. പറയാലോ, ഇനിയും നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതൊക്കെ യൂസ്ഫുൾ ആകുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ആർട്ട് വർക്ക് ഒന്ന് നോക്കിയാലോ? ഞാൻ മൊത്തത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ ആർട്ട് വർക്കും ഒരുമിച്ചെടുത്ത് ജസ്റ്റ് ഫീഡ്ബാക്ക് പറയാം, റിവ്യൂ ചെയ്ത് തരാം. സ്പെല്ലിംഗ് SANDHOA. രണ്ട് സന്ധ്യ പി കെ ഉണ്ട്. അറിയാം. അത് കഴിഞ്ഞു. ഫുൾ പ്രൊഫൈൽ നെയിം എന്ന് പറയാമോ മൊത്തത്തില്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, പ്രൊഫൈൽ നെയിം ഫുൾ ആയിട്ട് ഒന്ന് പറയാവോ? ഓക്കെ, കിട്ടി. കേൾക്കുന്നുണ്ട്. ഇതല്ലേ? സന്ധ്യ കണ്ണൻ. അതന്നെ ആദ്യം ഉള്ളത്. അതെ. സന്ധ്യ മാമിന്റെ ഒരു കസിനും കൂടി ഇല്ലേ ക്ലാസ്സിൽ? റിലേറ്റീവ്? എന്റെ മോളുടെ അമ്മായിയമ്മ. ഓക്കെ. ആള് ഹോൾ ഓഫ് ഫെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സംസാരിച്ചായിരുന്നു നിങ്ങളെ കുറിച്ച് കുറെ പരദൂഷണമൊക്കെ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, വെറുതെ ഇവിടെ എന്റെ മോൻ, ഞാൻ അന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞ ആ മോന് ചേർന്ന് ഹരിനന്ദൻ ചേർന്നിട്ടുണ്ട് പറഞ്ഞു. ഹരിനന്ദൻ ചേർന്നില്ലേ ഇപ്പൊ? കറക്റ്റ് എനിക്ക് പേര് പെട്ടെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലായില്ല. ഇവിടെ ഖത്തറിന് ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയപ്പോഴാണ് അവൻ ചേർന്നത്. മുന്നേ ഞാൻ സാറിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മലയാളം ആകുമ്പോ ആ പയ്യന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് തുടങ്ങിയപ്പോഴാണ് അവൻ ജോയിൻ ചെയ്തത്. ചെക്ക് ചെയ്യാട്ടോ. നമ്മള് ക്ലാസ്സിൽ വന്നിട്ട് എത്ര മാസമായി? മാസം ഓഗസ്റ്റില് ഓഗസ്റ്റിലാണ്. മുൻപ് പടങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഷെയ്ഡിങ് ഒക്കെ ചെയ്യായിരുന്നോ? എപ്പോഴും ചെറുപ്പത്തിലോ? അല്ല, ക്ലാസ്സിൽ വരുന്നൊക്കെ മുമ്പ്.
ഇല്ല സാർ, ഞാൻ ഒന്നും വരയ്ക്കലേ ഇല്ല, ഒന്നും വരച്ചിട്ടില്ല. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വരയ്ക്കല്. ഞാൻ പറഞ്ഞില്ലേ, ഞാന് പണ്ട് പഠിക്കുന്ന കാലത്ത് വരച്ചിരുന്നത് തന്നെ ഈ മുഖം ഇങ്ങനെ കണ്ണ്, മൂക്ക്, ചുണ്ട് വരയ്ക്കും, മുടിയും വരയ്ക്കും. അതെനിക്ക് ഉം. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വരച്ചിരുന്നത് എന്താ വെച്ചാല് ഈ മ്യൂറൽ പോലെ നമ്മളെ ഗണപതി, കൃഷ്ണൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫോട്ടോസ് വരച്ചിരുന്നു. ഉം. അല്ലാണ്ട് പിന്നെ ആൾക്കാരുടെ ഫേസോ നോക്കി വരയ്ക്കാനോ ഒന്നും അറിയില്ല. ഞാൻ എന്റെ മനസ്സിലുള്ളത് പോലെ ഇങ്ങനെ വെറുതെ മുഖങ്ങൾ വരയ്ക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളെ നോക്കി വരയ്ക്കാനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നില്ല. ഉം. അപ്പൊ ആദ്യം വരച്ചിരുന്ന സമയത്ത് കുറെ ഷേപ്പ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ നമുക്ക്, സൈസ് പെട്ടെന്ന് കൂടി ആ പോവാ. ഉണ്ടായിരുന്നു. ഉം. ആ ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് ഞാൻ സാറിന്റെ ക്ലാസ് ഫസ്റ്റില് പിന്നെ ഇതില് ജോയിൻ ചെയ്ത സമയത്ത് ഒരു ചിത്രം തന്നെ 3-4 തവണ ഞാൻ വരച്ചിട്ടുണ്ട്. ഉം. വരക്കുന്ന സമയത്ത് തന്നെ ശരിയാവാണ്ട എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് 2-3 തവണയൊക്കെ വരച്ചിട്ട് ആണ് പിന്നെ ഗ്രൂപ്പിൽ ഇടാറ്. ഉം. അത്ര ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആയിരുന്നു എന്നല്ല, ആണ് ഇപ്പോഴും. ഉം. കോഴ്സ് എവിടെ വരെ എത്തി? ഇപ്പൊ ഞാൻ പോർട്രേറ്റ് ഒന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പെൻസിലിന് ഞാൻ വിട്ടിട്ടുമില്ല. ഉം. പെൻസിൽ A to Z പെൻസിൽ ഡ്രോയിങ് വിട്ടിട്ടുമില്ല. എനിക്കത് കുറച്ചും കൂടി ഒന്ന് ഒരു പ്രാവശ്യം കൂടി നോക്കണമെന്നുണ്ട്. ഉം. ഒരു 3 പുസ്തകം കഴിഞ്ഞു. ഇതിന് 3-4 കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഡ്രോയിങ് പുസ്തകം. ഉം. പിന്നെ ഒരു ബണ്ടല് നിറയെ പിന്നെ ഇത് A4 ഷീറ്റുകൾ കഴിഞ്ഞു. ഒരുപാട് വരച്ചു കൂട്ടി. ഇതില് എന്ത് പെൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഡിഫറെന്റ് എന്തെങ്കിലും ടൂൾ എടുത്തിട്ടുണ്ടോ? അതില് ഞാൻ ഇവിടെ ഖത്തറില് ഒരു സ്ഥലത്ത് ഫിക്സാറ്റ് ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. എനിക്ക് സ്പ്രേ ഉണ്ടായിരുന്നില്ല, എന്റെ കയ്യിലില്ല. അപ്പൊ ഇവിടെ ഒരു 5 ഷോപ്പിൽ പോയപ്പോ അവിടെ പെൻസില് 14 കിട്ടി. ഓക്കെ, ഓക്കെ, ഓക്കെ. ആ 14 ആണ് ഉപയോഗിച്ചത്. സാർ 14നെ പറ്റി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. 14 ശരിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ? സ്റ്റുഡൻസിന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും, അതാ ഞാൻ ഇതിനെക്കുറിച്ച് മിണ്ടാത്തെ. എല്ലാ സ്ഥലത്തും കിട്ടൂല, ആ ചില അത് ബ്രാൻഡുകളിൽ ആ 14 ഒക്കെ അവൈലബിൾ ആണ്. ആ ആ യെസ്. അപ്പൊ ടോട്ടലി നോക്കുന്ന സമയത്ത് കുറച്ച് മാസം കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെന്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇമ്പ്രൂവ്മെന്റ് മാത്രമല്ല, നമ്മൾ ചെയ്തിരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കവർ ചെയ്യാനും പറ്റി. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യം വരയ്ക്കുന്ന സമയത്ത് നല്ലോണം അമർത്തി പേപ്പറിനെ വേദനിപ്പിച്ചിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം അതാണ് കറക്റ്റ് ചെയ്തത്. പിന്നെ ഷേപ്പുകൾ വ്യത്യാസം ഉണ്ടായിരുന്നു, അതും പതിയെ കറക്റ്റ് ചെയ്ത് വന്നു. പിന്നെ ഷെയ്ഡിങ്ങിലോട്ട് എത്തി. ഇപ്പോൾ ഈ ഒരു ചിത്രമൊക്കെ നോക്കുന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പോർട്രേറ്റ് ആണെങ്കിലും ഷെയ്ഡിങ് ചെയ്യുന്ന രീതി ആണെങ്കിലും നല്ല നീറ്റായിട്ട് ലൈൻസ് വിസിബിൾ ആവാതെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിത്രം, പിന്നെ രണ്ടാമത് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത്, നമ്മൾ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ടൈം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കുറേ നോക്കിയ ചിത്രങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ വരച്ചിരിക്കുന്നത്. പെട്ടെന്ന് തീർക്കണം എന്നൊരു മൈൻഡ് സെറ്റ് അല്ലാതെ നമുക്ക് നല്ല റിസൾട്ട് വേണം എന്ന് വിചാരിച്ച് വരയ്ക്കുന്നതിന്റെ റിസൾട്ട് അതിൻ്റെ അകത്തുണ്ട്. യെസ്. അപ്പൊ എന്തായാലും പോർട്രേറ്റും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അപ്ഡേറ്റുകൾ ചെയ്യാനുള്ളത്, ഈ പറയുന്ന പോലെ പെൻസിൽ, ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അതുവരെ? ഉണ്ട്. ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഹെയർ, പക്ഷെ ഇതേപോലത്തെ ഹെയർ ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്ന സമയത്ത് ചാർക്കോൾ പെൻസിൽ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. കുറെ കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഷെയ്ഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഡാർക്ക് ഷെയ്ഡ് ഇപ്പോൾ ഇവിടെ കണ്ടോ, വൈറ്റ് ഡോട്ട്, അത് ആക്ച്വലി പേപ്പർ ഇത്തിരി റഫ് ആയതുകൊണ്ടാണ്. അത് കുറെ കൂടി ടൈം എടുത്ത് കുറെ കൂടി ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ബെറ്റർ. ഇപ്പൊ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് ഇവിടെ കണ്ടോ, ചെറിയ ഡോട്ട് ഡോട്ട് പോലെ വരുന്നുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ചിത്രം കിട്ടും.
ബാക്കി ചെയ്ത മെത്തേഡും സാർ എടുക്കുന്ന എഫേർട്ടും എല്ലാം കറക്റ്റ് തന്നെയാണ്. സാർ കേട്ടില്ല സാർ. അതായത് ഈ ഡോട്ട് ഡോട്ട് പോലെ വരുന്ന ഭാഗങ്ങൾ കണ്ടോ? കേട്ടില്ല സാർ പറഞ്ഞത്. ഈ ഡോട്ട് ഡോട്ട് പോലെ വരുന്ന ഭാഗങ്ങൾ ആ അത് കുറെ കൂടി ഫില്ല് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കുറെ ആ കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. ഹെയറിലാണെങ്കിലും ഒരു ടെക്സ്ചർ പോലെ വരുന്നുണ്ട്. പേപ്പർ ഒരുപാട് റഫ് ആയതുകൊണ്ടാണ്. അത് നെക്സ്റ്റ് വരയ്ക്കുമ്പോൾ അതിന് ഒന്ന് സാർ ശ്രദ്ധിച്ചാൽ ഞാനത് മതി. ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അത് പെൻസിലിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത്. കാരണം അവിടെ 6B ഒക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ 6B ഡാർക്ക് ഷെയ്ഡ് നിഴലി വരുന്ന പോലെയാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ അത് 6B ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മള് സാധാ പെൻസിൽ ഉപയോഗിച്ചാലാണെങ്കിൽ ആ ഷെയ്ഡ് വരുന്നില്ല, ഡാർക്ക് കളർ വരുന്നില്ല. HB ഉപയോഗിച്ചാൽ വരില്ല, 2B ഉപയോഗിച്ചാലും ആ ഒരു ഡാർക്ക് കിട്ടുന്നില്ല. പക്ഷെ 6, 8 ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് ആ കളർ ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ അത് കിട്ടുമ്പോഴാണെങ്കിലോ ഇതുപോലെ പിന്നെ അടയാളങ്ങൾ വരികയും ചെയ്യും. അത് അത് പിന്നെ പേപ്പറിന്റെ പ്രശ്നമാവും അല്ലേ? അത് പെൻസിലിന്റെ കുഴപ്പമല്ല, പേപ്പർ കുഴപ്പമെന്ന് വിളിക്കേണ്ട അതിനെ. പേപ്പർ ഇത്തിരി റഫ് ആയതുകൊണ്ടാണ്. ഈ തരത്തിൽ ഇതേ സ്റ്റൈലിൽ വരയ്ക്കുന്ന കൂട്ടല്ലാത്തത് ഒരുപാട് കൊണ്ടാണ്. ആർട്ടിസ്റ്റുകൾ ഉണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം കുറെ കൂടി റിയലിസ്റ്റിക് ആണെങ്കിൽ സ്മൂത്ത് പേപ്പർ എടുക്കുന്നതായിരിക്കും. എൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈൽ വെച്ചിട്ട് സ്മൂത്ത് പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ കുഴികൾ ഒഴിവായി കിട്ടും. ചെയ്യുന്നതൊക്കെ ഫ്ലാറ്റ് ആയിട്ട് ഐവറി പേപ്പറിൽ ഷീറ്റ് പിടിക്കും. ഐവറി ഷീറ്റ് ബെസ്റ്റ് ആയിരിക്കും, നല്ലതായിരിക്കും. ഐവറി ഷീറ്റ് നല്ലതാണല്ലേ? അതെ അതെ, ഐവറി ഷീറ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഹലോ സാർ. കേൾക്കുന്നുണ്ടോ? ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 140 GSM-ന്റെ പേപ്പറൊക്കെ എങ്ങനെയാണ് സാർ? ഐവറി ഷീറ്റ് ഉണ്ടല്ലോ, ഐവറി ഷീറ്റ് ആക്ച്വലി 210 GSM ഒക്കെയാണ് നോർമലി വരുന്നത്, 200 GSM. അപ്പം നമ്മൾ നോർമലി ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് 130 GSM-ന്റെ മുകളിലുള്ള പേപ്പറാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി നല്ല ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തിരി കട്ടി കൂടുതലുള്ള പേപ്പർ എടുക്കുന്നത് നല്ലതാണ്. മിനിമം ഒരു 200 GSM മുതൽ അങ്ങോട്ടുള്ള പേപ്പർ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഐവറി ഷീറ്റ് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഭയങ്കര പെട്ടെന്ന് നല്ല ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഡ്രോയിങ്ങുകൾക്ക്. ശരി. വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഡൗട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല, അതാണ് പ്രശ്നം. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ, സാറ് ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാവും ചിലപ്പോ. നമ്മൾ കറക്റ്റ് ട്രാക്കിൽ തന്നെ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ചെറിയൊരു കാലയളവിൻ്റെ അകത്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി പറയുന്ന പോലെ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കി ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഐവറി പേപ്പർ പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറേ എടുക്കാതെ വെച്ചിരിക്കുന്ന ടൂൾസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാർക്കോൾ പെൻസിൽ ഉണ്ടെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അത് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. ഈ പോർട്രേറ്റിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് തോന്നുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ കഴുത്തിലൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെ കൂടി 3D ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ തിളക്കം ഉണ്ടാവുന്ന ഏരിയാസ് ഉണ്ടാവും. അതൊരു ഇറേസർ വെച്ച് ഇറേസ് ചെയ്ത് ആ തിളക്കം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ രണ്ട് മെത്തേഡും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി ഭയങ്കര വ്യത്യാസം വരും നമ്മുടെ പോർട്രേറ്റിൽ. യെസ്. വേറെ നെക്സ്റ്റ് അടുത്തൊരു വർഷത്തേക്ക് ആർട്ടിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ എന്താ? ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആർട്ട് എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു എക്സിബിഷന്റെ കാര്യമാണ് എന്റെ മനസ്സിൽ മെയിൻ ആയിട്ടുള്ളത്. അത് മാത്രല്ല നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാന് പിന്നെ ആർട്ട് സെയിൽ ചെയ്യുക, വരച്ച് സെയിൽ ചെയ്യുക എന്നുള്ളതൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് നടക്കുന്ന കാര്യമില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ അടുത്ത്, ദുബായ് പോലെയുള്ള സ്ഥലമൊന്നുമല്ല. ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു കൂടുതൽ ബന്ധങ്ങളൊന്നും ഇല്ല ഇവിടെ. നമുക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരാളിൽ നിന്ന് ഒരാള് ഇങ്ങനെ പാസ് ചെയ്തിട്ട് നമ്മള് ഇതൊക്കെ പറയാനും പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് വരച്ചു കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇവിടെ അതിനൊന്നും സാധിക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടില് വരുന്ന സമയത്ത്, ഇപ്പൊ എല്ലാ കാലവും ഇവിടെ നിൽക്കില്ലല്ലോ, നാട്ടിൽ വരുന്ന സമയത്ത് ദൈവം ആരോഗ്യ ആയുസൊക്കെ തരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇതുപോലെ ആവശ്യക്കാർക്ക് വരച്ചു കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും നന്നായി വരച്ച് പിന്നെ
സാമ്പത്തികം ഏറ്റവും വലിയൊരു ഘടകമല്ലേ ജീവിതത്തിലെ. എന്ത് ഇതായിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളൊക്കെ ഗൾഫിൽ വന്ന് നിൽക്കുന്ന നാട്ടിൽ നല്ലമാതിരി ഒരു ജോലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ചുറ്റുപാടോ ഉണ്ടെങ്കിലും ആരും ഗൾഫിൽ വരില്ല. കാരണം നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഒന്നുമില്ല. കാലാവസ്ഥയാണ് എല്ലാം ഇപ്പൊ കുറച്ച് മാറി വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് നാടാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഞാൻ നാടിനെ ഒരുപാട് മിസ് ചെയ്യുന്ന ആളാണ്. നമ്മളെ പൂരങ്ങളായാലും പിന്നെ ഒരു കാറ്റ് കണ്ടാൽ മതി, നമ്മുടെ നാട്ടിലെ KSRTC ബസ് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്ന് യാത്ര ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന അത്രയും നാടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ നമുക്കൊരു ആവശ്യം വരികയാണ്. ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയാ, എപ്പോഴും ഒരേ രീതിയിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും നിലനിൽക്കണം എന്നില്ലല്ലോ. അപ്പൊ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എന്റെ മനസ്സിൽ. അപ്പൊ ഏതൊരു വിദ്യയും നമ്മൾ പഠിച്ചാൽ അത് വെറുതെ ആയി പോവില്ല. അത് ഇനി ഏത് ആയിക്കോട്ടെ, നമ്മൾ ആർട്ടായിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു വിശ്വാസമാണ് എന്റെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിച്ചിട്ട് എന്റെ മനസ്സിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം. പിന്നെ പ്രാക്ടീസ് മെയിൻ ആണല്ലോ, അത് ഏത് കാര്യമായാലും. അപ്പൊ അത് നമ്മൾ ചെയ്യുന്തോറും അല്ലേ അതിന് ഒഴുക്ക് കൂടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്നേ എങ്ങനെയാണ് തുടങ്ങി ഇനി എത്തുന്നത് വരെ കയ്യിൽ നമുക്ക് ചലന ശേഷി ഉള്ളത് വരെയും വരയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. വരച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. ഒരു ദിവസം പോലും ഞാനിപ്പോ വരയ്ക്കാതിരിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ വരയ്ക്കാനിരിക്കും. വാവ ഉറങ്ങുന്ന നേരത്തോ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും. അങ്ങനെ ഒരു ടൈപ്പാണ്. എനിക്കതങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചെടുക്കും. അത് ആദ്യമേ അങ്ങനെ തന്നെയാണ്. എന്റെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ വെച്ചാല് ഫാമിലി മെയിൻ. ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്തുണ്ടെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ട്. അത് മെയിനായ ഒരു കാര്യമാണ്. അപ്പൊ അതൊന്നും മാറ്റി വെക്കാണ്ട്, ഫാമിലിയുടെ ആവശ്യങ്ങളും മറ്റുള്ളതൊന്നും മാറ്റി വെക്കാണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്കിപ്പോ പറ്റുന്നുണ്ട്. അത് എന്തോ ദൈവത്തിന്റെ ഒരു എനിക്ക് ദൈവം തന്ന ഒരു വരാവും അത്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ പോരാത്തത് സാറിനെ പോലത്തെ ഒരു അധ്യാപകന് കിട്ടുകയും ചെയ്തു. അതൊരു വലിയ ഭാഗ്യം. ഞാനതല്ല, ഞാൻ സാറിനെ കൊണ്ട് പറഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് തമാശയായിട്ട് പറഞ്ഞേ തപാല് വഴി നീന്തൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയാക്കും. പിന്നെ അപ്പൊ അതേപോലെ പിന്നെ ഓൺലൈനായിട്ട് പിന്നെ ചിത്രകല പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ഒരു രീതിയിൽ ഇത് അയ്യോ എന്തായാലും ഇപ്പം എന്ന് പറഞ്ഞാല് ടെക്നോളജി ഒക്കെ ഒരുപാട് പിന്നെ പുരോഗമിച്ചിട്ടുള്ള ഒരു കാലല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കി വരയ്ക്കാം. കഴിവുണ്ടെങ്കിൽ ഇപ്പൊ സാറിന്റെ ഒരാളുടെ കീഴിൽ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെറ്റ് നോക്കിയിട്ട് വരയ്ക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നും എളുപ്പമല്ല. സാറിനെ പോലത്തെ ഒരാളുടെ ഒരു ഗൈഡൻസ് തന്നെ വേണം. അത് ഉറപ്പാണ്. അല്ലാണ്ട് നമ്മൾക്ക് വെറുതെ നോക്കി വരയ്ക്കാനൊന്നും പറ്റില്ല. ഇതിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ സാറിനെ പോലെ അറിവുള്ള ഒരു അധ്യാപകൻ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം. അത് ഞാൻ അന്ന് ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും ചിത്രകല ഓൺലൈനായിട്ട്. അത് എന്ന് വെച്ചാൽ ഇതുപോലെ സാറിനെ പോലെ നമുക്ക് ഒപ്പം നിന്നിട്ട് എല്ലാം പറഞ്ഞു തരുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അതിലൊരു സംശയമില്ല. അത് എന്റെ ഒരു അനുഭവം കൊണ്ട് എനിക്കത് ബോധ്യപ്പെട്ട കാര്യമാണ്. ബാക്കിയുള്ളവരുടെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു അനുഭവം ഇപ്പൊ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ വരച്ചു തുടങ്ങിയിട്ട്. വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പത്തേക്ക് തന്നെ എനിക്ക് പോർട്രേറ്റ് ഞാന് സാറ് പറയുന്നതിന് മുന്നേ ഞാൻ പോർട്രേറ്റ് വരയ്ക്കാൻ തുടങ്ങി. സാറിന്റെ ക്ലാസ് സാറ് ഏറ്റവും സെറ്റ് പെൻസിൽ ഡ്രോയിങ് ആണ് സാറ് തന്നത്. അത് രണ്ടാമത്തെ ക്ലാസ് ആണ് മറ്റേത്. ഞാനങ്ങനെ പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് തുടങ്ങാന്നുള്ള ആ ഒരു ഇതിലാണ്. കാരണം എല്ലാത്തിലും പോയി ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലാണ്ടായി പോകും. അത് കാരണം ആദ്യം നമ്മൾ സാറ് തന്ന ആ ഒരു ഓർഡറിൽ തന്നെ ക്ലാസ് പോവാൻ വിചാരിച്ചിട്ട് സാറ് തന്ന അസൈൻമെന്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഞാൻ വരക്കുന്നത്. ആകെ വരക്കാത്തൊരു സംഭവം ആ ബ്രിഡ്ജാണ്. ലണ്ടൻ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് ഇത്തിരി ക്ഷമ കുറവാണ്. അത് കാരണം. പക്ഷെ ഞാൻ ആ ഒരു പിന്നെ ബേർഡിനെ വരച്ചിട്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ അത് വരച്ചതാണ്. ആ ഒരു ചിത്രം ഒരു കടലിൽ നിന്ന് പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ചിത്രം സാറിപ്പോ കണ്ടില്ല. അതിന് ആ ലണ്ടൻ ബ്രിഡ്ജിനേക്കാളും കൂടുതൽ എനിക്ക് സമയവും ഇതൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറെ മുന്നേ ഉള്ള അസൈൻമെന്റിൽ പെട്ടതായിരുന്നു ആ ബ്രിഡ്ജ് എന്നുള്ളത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മുന്നോട്ട് വന്നിട്ട് ഞാൻ ഇത് വരച്ചപ്പോ എനിക്ക് ആ ബ്രിഡ്ജ് വരക്കാത്തതിൽ എനിക്ക് സങ്കടം തോന്നിയില്ല. പക്ഷെ ഇത് പിന്നെ ഒരുപാട് വ്യത്യാസം വന്നു വരയില്. പോർട്രേറ്റിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പോർട്രേറ്റ് വരച്ചു തുടങ്ങിയിട്ടുള്ളതാണ്.
അതെനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തന്നെയായിരുന്നു. കാരണം ഞാൻ ഏറ്റവും ഒരു പെൻസിൽ ഡ്രോയിങ്ങില് ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിന് അത്ര വലിയ പ്രാധാന്യം ഇല്ല. പിന്നെ നമുക്ക് 7 എലമെന്റ്സും പിന്നെ അങ്ങനെ പല ഇതിലുള്ള ടെക്നിക്കുകൾ മാത്രമാണ് സാർ അതിൽ പറഞ്ഞിരുന്നത്. A to Z പെൻസിൽ ഡ്രോയിങ്ങില് പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ടും പിന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. പക്ഷെ പോർട്രേറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് പോർട്രേറ്റിൽ വരുമ്പോൾ ഉള്ളത്. പക്ഷെ അത് പോർട്രേറ്റ് തുറക്കുന്നതിന് മുന്നേ ഞാൻ A to Z പെൻസിൽ ഡ്രോയിങ് പഠിച്ചിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പോർട്രേറ്റിലേക്ക് വരാൻ പറ്റി. അത് കുറെ ചിത്രങ്ങൾ വരച്ചതിന് ശേഷമാണ് ഞാൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. സാറിന് എന്റെ ചിത്രങ്ങൾ ഞാൻ ഇട്ടതും പോസ്റ്റ് ചെയ്തതും അതിന്റെ ഡേറ്റും പിന്നെ സാറിന്റെ ഓപ്പൺ ചെയ്ത ഡേറ്റും നോക്കിയാൽ സാറിന് അത് മനസ്സിലാവും. കാരണം സാറിന് അറിയാലോ വീഡിയോ ഞാൻ എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. സാറിന് അവിടെ മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ. സാറിന്റെ ഈ പോർട്രേറ്റിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കുറെ പോർട്രേറ്റ് വരച്ചിട്ട് കഴിഞ്ഞു. അതെനിക്ക് സാറ് തന്ന ഒരു തന്നെയാണ്, മോട്ടിവേഷനും ഇതൊക്കെ തന്നെയാണ് എനിക്ക് അതിന് കാരണമായിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരുവിധം എല്ലാ സൂം മീറ്റിങ്ങും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് എപ്പോഴും ചില സമയത്ത് പുറത്തു പോകാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നമ്മളെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് വൈഫൈ ഉണ്ടാവില്ല. പുറത്തേക്ക് പോകുമ്പോൾ നെറ്റിന്റെ പ്രശ്നം വരുന്നത് കാരണം കുറച്ചൊരു 10 മിനിറ്റ് ഒക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഒരുവിധം എല്ലാം സാറ് പറഞ്ഞത് എല്ലാതും ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. എന്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ ആർട്ടില്? ഡൗട്ട് ഒരുപാടുണ്ടാവും, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. അതാണ്. കുഴപ്പമില്ല, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് അടുത്ത വീക്കിലി മീറ്റിംഗ് Q&A വരുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പൊ നമുക്ക് ആ ഗോള് പറഞ്ഞല്ലോ, എക്സിബിഷൻ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് പറഞ്ഞു. അതുപോലെ സാർ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, ചെറിയൊരു ഓർമ്മക്കുറവ് പോലെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കുറെയൊക്കെ നമ്മളെ മനസ്സിന്റെ ആണെന്ന് പറയും ഡോക്ടർ. എപ്പോ കഴിഞ്ഞാലും നീ നല്ല സന്തോഷമായിട്ടിരിക്കണം, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പുറത്ത് തട്ടുക ഡോക്ടർ. അപ്പൊ ഞാന് അതിനും കൂടി വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗമാണിത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പിന്നെ പെൻസിലൊക്കെ പിടിക്കും. പെൻസിൽ പിന്നെ ഒരുപാട് വർഷം 10-30 വർഷത്തോളം ഞാൻ എഴുതാനോ വല്ല സൈൻ ചെയ്യാൻ ബാങ്കിൽ പോയാലൊന്ന് സൈൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ഒന്ന് പേന പിടിക്കാറുള്ളൂ. പിന്നെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് കണക്ക് കൂട്ടാന് അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊക്കെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ തന്നെയല്ലേ, അത് കാരണം പേന പിടിക്കേണ്ട ആവശ്യം അത്ര അധികം വരുന്നില്ല. ബില്ലിങ്ങിനൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അപ്പൊ സാറിന്റെ ആർട്ട് ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായ ഒരു എന്റെ ഹെൽത്ത് കണ്ടീഷനിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് പേന പിടിക്കുമ്പോ അല്ലെ പെൻസിൽ പിടിക്കുമ്പോ എനിക്ക് കയ്യിന്റെ വിരലുകളൊന്ന് വിറച്ചിരുന്നു. ആ വിരലുകളുടെ വിറയൽ എനിക്കിപ്പോ നന്നായിട്ട് മാറി കിട്ടി. എന്നുവെച്ചാ ഞാനത് അതുകൊണ്ടാണ് എനിക്ക് ആദ്യമൊക്കെ വരയ്ക്കുന്ന വരയിൽ പോലും പിന്നെ കുറച്ച് കാരണം ഇത് സ്റ്റേബിൾ ആയിട്ട് കിട്ടുമോ അല്ലെങ്കിൽ ലൈന് ശരിയാകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ വരച്ചിരുന്നത്. പക്ഷെ വരച്ച് സാറ് പറഞ്ഞ പോലെ ഞാൻ ചിലപ്പോൾ സാറിന് വിശ്വാസം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അത്രയധികം വരച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് വരച്ചു കൂട്ടിയില്ല. സാറ് ഇന്നലെ ഒരു ഇതിൽ കാണിച്ചില്ലേ, സാറ് ബ്രഷ് വെച്ചിട്ട് വരച്ചത്. അതുപോലെ ഞാൻ ഒരുപാട് പേപ്പറിൽ A4 ഷീറ്റിൽ വരച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ കൈയിന്റെ വിറയൽ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ വരച്ച് വന്നിട്ടാണ് പിന്നെ ആ ഒരു സംഭവം എന്റെ കൈയിന്റെ ആ ഒരു വിറയൽ ഇപ്പൊ മാറിയത്. ഇപ്പൊ വെച്ചാല് ശരിക്കും നമ്മള് ഒരു പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുമ്പോ ഷേപ്പ് ഒക്കെ കറക്റ്റ് ആവാന് നമ്മള് ഔട്ട്ലൈൻ നമ്മൾ ലൈറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു കഴിഞ്ഞാല് അതിന്റെ ആ ഒരു ചിലപ്പോ ആ ഒരു ലുക്ക്. ഇപ്പൊ ഞാൻ കൂടുതലും പോർട്രേറ്റ് ചെയ്തതിൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭാവങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ജഗതിയുടെ മുഖഭാവം, മറ്റേ സലിംകുമാർ സുരാജ് ഞാറമുടിന്റെ മുഖഭാവം, അങ്ങനെ ഭാവങ്ങൾക്ക് കുറെ ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭാവങ്ങൾ വരയ്ക്കാൻ. അപ്പൊ ആ ഭാവങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഭാവം എന്ന് പറഞ്ഞാൽ ആ കണ്ണിലും പിന്നെ ചുണ്ട് പിടുത്തം അതൊക്കെ ഒരു ലേശം ഒരു വ്യത്യാസം ണെങ്കിൽ നമ്മള് ഈ പ്രശ്നം നന്നായി മാറിയില്ലതാണ്, ഒരുപാട് മാറി. മെഡിസിൻ വരാൻ ഞാൻ കുറച്ച്, അതെനിക്ക്
വല്ലാത്തൊരു അനുഭവം വലുതായിട്ട് വന്നത്. ചില തെറാപ്പി, മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയില്ലേ നമ്മള്, ചില സ്റ്റുഡൻസ് മ്യൂസിക് തെറാപ്പി ചെയ്യാറുണ്ട് എന്നൊക്കെ, അതുപോലെ ഒരു ആർട്ട് കൊണ്ട് എനിക്കുണ്ടായ ഒരു എന്താ പറയാ ഒരു തെറാപ്പി തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. ഇത് വലിയ സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, ഇത്രയും എഫേർട്ട് എന്തിനാ ഈ ക്ലാസ്സിന് കൊടുക്കുന്നത്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് ഇപ്പോൾ കഥ പോലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വിഷമങ്ങൾ അനുഭവിക്കുന്ന, കൂടാതെ പ്രായമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആർട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ടായിരിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ എങ്ങനെയൊക്കെ അവരുടെ ലൈഫ് പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്കൊരിക്കലും ആസ് എ ടീച്ചർ മടി പിടിച്ചിരിക്കാൻ പറ്റൂല. എനിക്ക് വീണ്ടും എഫേർട്ട് എടുക്കണം, വീണ്ടും കുറെ കൂടി അത് പോസിറ്റീവ് ആക്കണം. അങ്ങനെയാണ് ഓരോ തവണയും. അതൊന്ന് ആലോചിച്ച് നോക്ക്, വീക്കിലി മീറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഈസി അല്ല. ഇത്രയും പേരെ മാനേജ് ചെയ്യാനും അത്രയും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, കൂടാതെ നമ്മൾ തുടങ്ങിയ കാലം മുതലേ ഒരു ദിവസം പോലും നമ്മളത് മിസ്സാക്കിയിട്ടില്ല. എൻ്റെ മാരേജിന് പോലും ഞാൻ വീക്കിലി മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഔട്ട്കം ആണ്. ആർട്ട് ക്ലാസ് ആണ്, പക്ഷേ അതിലൂടെ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ടെന്നുള്ള റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത് ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരുപാട് പേരുണ്ടാവുന്ന സമയത്ത് നിങ്ങളും മറ്റുള്ളവരെ കൂടി ഇൻസ്പയർ ചെയ്യുന്ന, ഇതേപോലെ വീണ്ടും നമ്മുടെ താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം നിങ്ങളും അവർക്കൊരു എക്സാമ്പിളായിട്ട് അവരെ കൂടി കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മളും ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഉയർന്നു വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുള്ളത്. പ്രത്യേകിച്ച് ഹോൾ ഓഫ് ഫെയിമിലോട്ടൊക്കെ വരുന്നത് മെയിനായിട്ടും നിങ്ങളെ പോലുള്ളവരെ മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു എക്സിബിഷൻ ചെയ്യണം എന്നൊരു ഗോള് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ടോപ്പിക്കിൽ എക്സിബിഷൻ ചെയ്യണം എന്നൊരു പ്ലാൻ മനസ്സിലൊന്ന് റെഡിയാക്കിക്കോളും. ഇപ്പം നമ്മൾ സംസാരിച്ച സമയത്ത് കുറേ ടോപ്പിക്കുകൾ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഒന്ന് നാടിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ രണ്ടാമത് ഫേസിലെ എക്സ്പ്രഷൻസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു. നമുക്ക് വരയ്ക്കണമെന്ന് തോന്നുന്ന ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ആ ടോപ്പിക്കിൽ സെലക്ട് ചെയ്തത് മൈൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളുകൾ ആ ടോപ്പിക് റിലേറ്റഡ് ചിത്രങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടൊരു സമയത്ത് നമുക്കിത് വരയ്ക്കണം, എക്സിബിഷൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ചിത്രം കംപ്ലീറ്റ് ആക്കി എക്സിബിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത്രയും സിമ്പിളാണ് പരിപാടി. അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്തോളൂ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീക്കിലി മീറ്റിംഗിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്ലാരിറ്റി വരുത്തി തരാം. സാറ് പറഞ്ഞില്ലേ, സാറിന്റെ എഫേർട്ടിനെ പറ്റി സാറ് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തത് സൂം മീറ്റിംഗ് വരുമ്പോ. സാറ് ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ സാറിന്റെ ക്ലാസ് കാണാതിരിക്കുക? നമുക്ക് വേണ്ടിയിട്ടല്ലേ സാർ ഇത്രയും ഇതായിട്ട് പല കാര്യങ്ങളും, എത്ര കാര്യങ്ങളുണ്ടാവും. നമ്മളും എല്ലാം ഒരു കുടുംബം കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ, നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവില്ലേ, മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. യെസ്, എന്തായാലും ഒരുപാട് സന്തോഷം. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്പിറേഷൻ നമ്മുടെ ഈ ഒരു കോൺവെർസേഷനിലൂടെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.